ഇൻഡിഗോ സാരീസിൻ്റെ പ്രോസസ്സ് അറിയാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ് ഇൻഡിഗോ സാരി. അത്രയും സൂപ്പറായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് ആ സാരി എങ്ങനെ എത്തുന്നു എന്നുള്ള ഒരു ഫുൾ പ്രോസസ്സാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈ ബക്കറ്റിൽ കാണുന്നത് സിമൻറ്റ് പൊടി കലക്കിയതല്ല കേട്ടോ, നമ്മുടെ ഈ മണ്ണ് കലക്കിയിട്ടുള്ള ഒരു മിശ്രിതമാണ്. അത് നന്നായിട്ട് ആ വെള്ളത്തിനോട് യോജിച്ച് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് അത് ഉണ്ടാക്കുന്നത്. ഇവിടെ നമ്മുടെ സാരിയുടെ ഡിസൈൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ ഈ ഒരു സാരിയുടെ പിന്നാമ്പുറത്ത് ഒരുപാട് ഡിസൈനേഴ്സും അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഒരു സാരി നിങ്ങളുടെ കയ്യിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇത്രയും പ്രോസസ്സോട് കൂടിയിട്ടാണ് എത്തുന്നത്. ഒരു ഡിസൈൻ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എത്ര ചിന്തിക്കണം, അതിൻ്റെ പല്ലു എങ്ങനെ വരുന്നു, അതിൻ്റെ ബോഡി എങ്ങനെ വരണം, അല്ലെങ്കിൽ അതിൻ്റെ ബ്ലൗസ് പീസ് എങ്ങനെ കൊടുക്കണം എന്നുള്ളതൊക്കെ ഈ സാധാരണക്കാരായ മനുഷ്യന്മാരുടെ ഐഡിയയിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് അതിൻ്റെ പ്രസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലൈൻസ് ഒക്കെ ഇത്ര പെർഫെക്റ്റ് ആയി സ്കെയിൽ വെച്ച് ചെയ്ത് പോലെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ടാണ് അവർ. അപ്പോൾ ഇത് നിങ്ങൾ കാണുന്നുണ്ടാവും, ഇതിങ്ങനെ ഒരുപാട് അതേ ഒരു രീതിയിൽ തന്നെ പ്രസ് ചെയ്ത് ഈ സാധനം ഇങ്ങനെ എത്തും. ആ മണ്ണാണ് കേട്ടോ, വേറെ ഒന്നുമില്ല അതിൽ. പിന്നെ ആ അച്ചും മരത്തിൻ്റെ അച്ചാണത്. അപ്പോൾ ഞാനത് എങ്ങനെ വെച്ചാലാണ് അത് ഈക്വലായിട്ട് വരികയെന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അതിൽ ഞാൻ കൊളാക്കാൻ നിന്നില്ല, അവരുണ്ടാക്കിയല്ലേ. അങ്ങനെ ലാസ്റ്റ് ഈ പ്രിൻറ്റിങ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ മരത്തിൻ്റെ പൊടി ഉണ്ടാവില്ല, ഈ മരം മുറിച്ചെടുക്കാൻ നമുക്ക് ഉമിപ്പൊടി എന്ന് പറയും, അത് നമ്മളിവിടെ വിതറാണ്. ആ വിതറിയതിന് ശേഷം നമ്മൾ ഈ സാരി നന്നായിട്ട് ഉണക്കാനിടുകയാണ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ ലൈൻസൊക്കെ അങ്ങനെ അടിപൊളിയായിട്ട് അവർ ക്രിയേറ്റ് ചെയ്താണ്. ഈ വണ്ടി അതിൻ്റെ കൂടെ ഇങ്ങനെ നീക്കി കൊണ്ടുപോകും. അപ്പോൾ അത് അവർക്ക് ഈസി ആണല്ലോ, നമ്മളൊരു സ്ഥലത്ത് നിന്ന് ഓടി നടന്ന് ചെയ്യേണ്ട, ഈ വണ്ടിയും കൂടി മൂവ് ചെയ്ത് കൊണ്ടുപോകാം. അതിൽ ആ മണ്ണാണ് ഫില്ല് ചെയ്തിട്ടുള്ള ആ വണ്ടിയുടെ മുകളിൽ. ഇതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക തരം മണാട്ടം നമുക്ക് വന്നത്, ഈ മണ്ണിൻ്റെ മരത്തിൻ്റെ പൊടിയുടെ എല്ലാ മണങ്ങളും ഉണ്ടായിരുന്നു അവിടെ. അപ്പം അങ്ങനെ പ്രിൻറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നെക്സ്റ്റ് പ്രോസസ്സാണ് നമ്മൾ ഈ സാരി വെയിലത്ത് നന്നായിട്ട് ഉണക്കാനിടും കേട്ടോ. ഉണക്കണം, ഇതിൽ സൺലൈറ്റ് തട്ടി നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടണം. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ള ദാബു പ്രിൻറ്റ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഒരു സാരിയാണ് ഈ കാണുന്നത്. ഇതിൽ ആ മണ്ണിട്ടിട്ട് ഇത് ഡ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ പല്ലുമാണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ ബോഡി ഇത്ര അടിപൊളി പ്രിൻസിലാണ് ഇതിൻ്റെ ബോഡി വരുന്നത്. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ്. ഇതിന് ലാസ്റ്റ് ചൂടുള്ള വെള്ളത്തിൽ മുക്കുമ്പോൾ ഇതെല്ലാം അടർന്നു പോവും. പകരം ഈ ഒരു സാരി ഓൾ ഓവർ ബോഡി മൊത്തം ആ ഇൻഡിഗോ കളർ ആവും. അതിനുശേഷം ഇതിൽ ആ വൈറ്റ് പ്രിൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ സാരിയുടെ ഓർഡേഴ്സ് നിങ്ങൾക്ക് തരാവുന്നതാണ്. ബൾക്കായിട്ടൊക്കെ നമ്മൾ ചെയ്തു തരുന്നതാണ് ഈ ഡിസൈൻസ് എല്ലാം. അപ്പോൾ നമ്മൾ കണ്ട ആ സിമെൻറ്റ് പൊടി പോലത്തെ പൊടിയാണ് കേട്ടോ. ഇത് കളിമണ്ണാണ്, പാടത്തുനിന്ന് ഒരു അടർത്തി കൊണ്ടുവരുന്നതാണ്. ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു പേസ്റ്റ് ആക്കി എടുക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ ഉണക്കാൻ വെച്ചിട്ടുള്ള സാരീസാണ് നമ്മുടെ. ഇതിന് ശേഷം ഈ സാരീസ് നെക്സ്റ്റ് മോർണിംഗ് രാവിലെ തന്നെ ഈ സാരി നമ്മൾ തിളച്ച വെള്ളത്തിൽ മുക്കിയിട്ടാണ് ഡൈ ചെയ്ത് തുടങ്ങുക. ആ കളറും ഉണ്ടാവും അതിൽ. അതിനുശേഷം ഈ ഒട്ടിപ്പിടിച്ചിട്ടുള്ള മരത്തിൻ്റെ പൊടിയൊക്കെ അടർന്നു പോവും. ആ ഭാഗം പ്ലെയിൻ വൈറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അങ്ങനെയാണ് അതിലെ വൈറ്റ് കളർ വരുന്നത് കേട്ടോ. അത് സാരിയുടെ കളറാണ് വൈറ്റ്. ബാക്കി ഡൈ ചെയ്യുന്ന കളറാണ് ഓൾ ഓവർ ബോഡി ഇൻഡിഗോ കളർ വരുന്നത്. ഇൻഡിഗോ കളറാണ്. ഈ കളറാണ് നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ പോകുന്നുണ്ട് പറയണത്. കാരണം ഇത് നാച്ചുറൽ കളറാണ്. ഇത് നമ്മൾ എത്രത്തോളം വാഷ് ചെയ്യണം അത്രത്തോളം പോകും. പക്ഷെ ഞാൻ തരുന്ന ഷുവാർട്ടിയാണ് ഈ കളർ ഒരിക്കലും ഡള്ളാവില്ല. അത്രയും നാച്ചുറൽ ആയിട്ടുള്ള കളറാണ്. ഈ നാച്ചുറൽ കളർ എങ്ങനെ ഉണ്ടാക്കുന്നത്? ഈ ഒരു കളറിന് ഒരു പ്രത്യേക തരം മണാണ് വരുന്നത്. എന്തുകൊണ്ട് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ വീണ്ടും വന്നിട്ട് ഇത് എത്രത്തോളം ഉണങ്ങി എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ഒരു ക്യൂരിയോസിറ്റി, എനിക്കിത് എത്ര പെട്ടെന്ന് ഉണങ്ങും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശമൊക്കെ ഉണങ്ങി വന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ കുടഞ്ഞ് സെറ്റാക്കി കൊടുക്കണം. എന്നിട്ടാണ് ഈ എല്ലാ സാരീസും പ്രിന്റ് ചെയ്തിട്ടും ഉണക്കിയിട്ടും ഒക്കെ എടുക്കുന്നത്. ഇതിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി ഞാൻ പറഞ്ഞുതരാം. ആ ഒരു റൂമിൽ നിന്നിട്ടാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നതെങ്കിലും അവിടെ ഒരു എയർ കണ്ടീഷനോ ഫാനോ ഒന്നുമില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ പ്രിൻസ് ചെയ്യുന്ന സമയത്ത് ഇത് പെട്ടെന്ന് ഡ്രൈ ആയി പോകും. ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവില്ല, അത്ര പെർഫെക്ഷനും കിട്ടില്ല. അപ്പോൾ ഇത്രയും ചൂടത്ത് ഇത്രയും കാര്യങ്ങൾ അവർ ചെയ്ത് ഇത്രയും ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ കയ്യിൽ ഒരു ഹാൻഡ് ബ്ലോക്ക് സാരി എത്തുന്നത്.